ശ്രീ ഗുരുവായൂരപ്പ ശരണം. എല്ലാ സജ്ജനങ്ങൾക്കും സാദര നമസ്കാരം. ശ്രീമന്നാരായണീയം ദശകം 2 ഭഗവത് സ്വരൂപ മാധുര്യവും ഭക്തിമഹത്വവും. ഈ ദശകത്തിൽ 1, 2 ശ്ലോകങ്ങളാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. സൂര്യസ്പർദ്ധി കിരീടമൂർധ്വതിലക പ്രോദ്ഭാസി ഭാലാന്തരം കാരുണ്യാകുലനേത്രമാർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലത്കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. കേയൂരാംഗദ കങ്കണോത്തമ മഹാരത്നാംഗുലീയാംഗിത ശ്രീമദ്ബാഹു ചതുഷ്ക സംഗത ഗദാ ശംഖാരി പങ്കേരുക കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത്പീതാംബരാലംബിനി ആലംബേ വിമലാംബുജദ്യുതിപദ മൂർത്തിം തവാർത്തിച്ഛിദം. 1-ാം ദശകത്തിൽ ഭട്ടതിരിപ്പാട് ഭഗവാന്റെ നിഷ്കളങ്കമായ സ്വരൂപവും മാഹാത്മ്യവുമാണ് വർണ്ണിച്ചതെങ്കിൽ 2-ാം ദശകത്തിൽ സകലമായ ഭഗവത് സ്വരൂപവും ഭക്തി മഹത്വവുമാണ് വിവരിക്കുന്നത്. 1-ാമത്തെയും 2-ാമത്തെയും ശ്ലോകങ്ങളിലൂടെ ഭഗവാന്റെ കേശാദിപാദ വർണ്ണനയാണ് ചെയ്തിരിക്കുന്നത്. സൂര്യസ്പർദ്ധി കിരീടമൂർധ്വതിലക പ്രോദ്ഭാസി ഭാലാന്തരം. സ്പർദ്ധ എന്ന് പറഞ്ഞാൽ അസൂയ. സൂര്യന് പോലും അസൂയ തോന്നത്തക്ക വിധത്തിൽ എന്ന് പറയുമ്പോൾ സൂര്യനേക്കാൾ ശോഭയേറിയിട്ടുള്ള കിരീടം. ഊർധ്വതിലകം, ഊർധ്വതിലകം മുകളിലേക്ക് തൊട്ട കുറി, അതിന് ഗോപിക്കുറി എന്നാണ് പറയുക. തിലകം. പ്രോദ്ഭാസി ഭാലാന്തരം. പ്രോദ്ഭാസിക്ക, അതായത് ഭാസിക്ക എന്ന് പറഞ്ഞാൽ മിന്നിത്തിളങ്ങ. ഭാലം നെറ്റിത്തടം. അപ്പൊ സൂര്യനേക്കാൾ ശോഭയേറിയ കിരീടമണിഞ്ഞ് മിന്നിത്തിളങ്ങുന്ന നെറ്റിത്തടത്തിൽ ഗോപിക്കുറിയണിഞ്ഞ് അതാണ് സൂര്യസ്പർദ്ധി കിരീടം ഊർധ്വതിലക പ്രോദ്ഭാസി ഭാലാന്തരം. കാരുണ്യാകുല നേത്രം ആർദ്രഹസിതോല്ലാസം സുനാസാപുടം. അടുത്തായിട്ട് കണ്ണുകളെ കുറിച്ചാണ്. അതേപോലെ പുഞ്ചിരി, കാരുണ്യാകുലം, ദയവഴിഞ്ഞൊഴുകുന്ന കണ്ണുകള്, ഭക്തന്മാരോട് അലിവോട് കൂടിയിട്ടുള്ള ഭഗവാന്റെ ആ നോട്ടം, ഇതാണ് കാരുണ്യാകുല നേത്രം. ആർദ്രഹസിതം, ഹസിതം പുഞ്ചിരിക്കുക, ആ കുളിർമയുള്ള ആർദ്രഹസിതം ഉല്ലാസം, ഹസിതോല്ലാസം സുനാസാപുടം. ദയവഴിഞ്ഞൊഴുകുന്ന കണ്ണുകളോട് കൂടിയിട്ട് മന്ദഹാസത്തോടുകൂടി ഉല്ലാസം, സന്തോഷത്തോടു കൂടിയിട്ട് അങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുക. അതേപോലെ തന്നെ മനോഹരമായിട്ടുള്ള മൂക്ക്. സാധാരണ ഭഗവാന്റെ ഭക്തന്മാരെല്ലാം ഒരുപാട് വേദനകളും ദുഃഖങ്ങളൊക്കെ ആയിട്ട് അനുഭവിക്കുന്നവരാവാം ഭഗവാനെ ചെന്ന് കാണുന്നത്. അപ്പൊ ആ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ ആ ദയ വഴിഞ്ഞൊഴുകുന്ന തന്നിലേക്ക് കാരുണ്യത്തോടു കൂടിയിട്ടുള്ള ആ നോട്ടം, അതേപോലെ പുഞ്ചിരിയോട് കൂടിയിട്ട് നിൽക്കുന്ന ആ ഭാവം, അതൊക്കെ ഭക്തന്മാരുടെ മനസ്സിൽ അത്യധികം സന്തോഷത്തെ ഉണ്ടാക്കുന്നതാണ്. കാരുണ്യാകുല നേത്രം ആർദ്രഹസിതോല്ലാസം സുനാസാപുടം. നാസ മൂക്ക്, അതായത് മനോഹരമായിട്ടുള്ള മൂക്ക്. ഗണ്ഡോദ്യൻ മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലത് കൗസ്തുഭം. ഗണ്ഡം എന്ന് പറഞ്ഞ കവിൾത്തടം. മകരാഭകുണ്ടലയുഗം, കുണ്ടലയുഗം ചെവികളിൽ കർണങ്ങളിൽ അണിഞ്ഞിട്ടുള്ള ആഭരണം. യുഗം എന്ന് പറഞ്ഞാൽ രണ്ട് ചെവികളിലും കാതുകളില് അണിഞ്ഞിട്ടുള്ള കർണാഭരണം, അതാണ് കുണ്ടലം. അതിന്റെ ശോഭ കൊണ്ട് മകരമത്സ്യത്തിന്റെ ആകൃതിയിലുള്ള കർണാഭരണത്തിൽ നിന്നും വഴിഞ്ഞൊഴുകുന്ന ആ ശോഭ കൊണ്ട് ഭഗവാന്റെ
കവിൾത്തടങ്ങളിൽ അങ്ങനെ മിന്നിത്തിളങ്ങുകയാണ്. കർണാഭരണത്തിന്റെ ആ ശോഭ കവിൾത്തടങ്ങളിൽ പ്രതിഫലിക്കുന്നു എന്നാണ്. ഗണ്ഡോദ്യൻ മകരാഭകുണ്ടലയുഗം. കണ്ഠോജ്വലത് കൗസ്തുഭം. കണ്ഠം കഴുത്ത്. കഴുത്തിലാണെങ്കിലോ അത്രയും തേജസ്സോടു കൂടിയിട്ടുള്ള ഉജ്ജ്വലത് കൗസ്തുഭം, ജ്വലിക്കുന്ന തേജസ്സോടു കൂടിയിട്ടുള്ള കൗസ്തുഭം എന്ന രത്നം കഴുത്തില്. ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. അങ്ങനെയുള്ള ഭഗവാന്റെ രൂപം, അങ്ങയുടെ രൂപം. വനമാല ഹാരപടലം എന്ന് പറഞ്ഞാൽ ധാരാളം മുത്തുമണികൾ കോർത്തുണ്ടാക്കിയിട്ടുള്ള മുത്തുമാലകളുടെ കൂട്ടം. പടലം പറഞ്ഞാൽ കൂട്ടം. അങ്ങനെ മുത്തുമാലകളും ശ്രീവത്സം എന്ന മറുക് ഭഗവാന്റെ മാറുന്നൊരു അലങ്കാരമാണ്. ദീപ്രം, അതായത് ശോഭിക്കുന്ന ആ ശ്രീവത്സം എന്ന മറുക് ഭൃഗു മഹർഷിയുടെ പാദമാണ് ഭഗവാന്റെ നെഞ്ചിൽ പതിഞ്ഞിരിക്കുന്നത് എന്നാണ് സങ്കല്പം. അങ്ങനെയുള്ള ആ വൈകുണ്ഠമൂർത്തിയായിട്ടുള്ള ഭഗവാനെ ഇതാ ഭജിക്കുന്നു. ഭജിക്കുക, അതായത് നിരന്തരം ധ്യാനിച്ചു കൊണ്ടിരിക്കുക. സൂര്യനേക്കാൾ ശോഭയേറിയ പൊന്നിൻ കിരീടം, മിന്നിത്തിളങ്ങുന്ന നെറ്റിത്തടത്തിൽ അണിഞ്ഞിരിക്കുന്ന ഗോപിക്കുറി, ഇരു കർണങ്ങളിലും അണിഞ്ഞിരിക്കുന്ന മകരകുണ്ടലം, കണ്ഠത്തിൽ അണിഞ്ഞിരിക്കുന്ന കൗസ്തുഭം എന്ന രത്നം, വനമാല, മറ്റ് മുത്തുമാലകൾ, ശ്രീവത്സം എന്ന മറുക്, ഇങ്ങനെ കിരീടം മുതൽ മാറിടം വരെയുള്ള ഭഗവാന്റെ സ്വരൂപത്തെ ഞാനിതാ ധ്യാനിക്കുന്നു എന്നാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ വിവരിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ശ്ലോകത്തിൽ കേയൂരാംഗത കങ്കണോത്തമ മഹാരത്നാങ്കുലീയാങ്കിത ശ്രീമദ് ബാഹു ചതുഷ്ക സംഗത ഗദാശംഖാരി പങ്കേരുഹാം. കേയൂരം എന്ന് പറഞ്ഞാൽ തോൾവള, അംഗദം എന്ന് പറഞ്ഞാൽ കൈവള. കേയൂരം അംഗദം. കങ്കണം, അതായത് കണം കൈകളിൽ ധരിച്ചിരിക്കുന്ന മറ്റൊരു ആഭരണം, വള. മഹാരത്ന അങ്കുലീയം, അങ്കുലീയം മോതിരം. അങ്കുലം എന്ന് പറഞ്ഞാൽ വിരൽ, അങ്കുലീയം വിരലിൽ അണിഞ്ഞിരിക്കുന്നത്. മഹാരത്നാങ്കുലീയം, മഹത്തായിട്ടുള്ള രത്നങ്ങൾ പതിച്ചിട്ടുള്ള മോതിരം അണിഞ്ഞിരിക്കുന്ന വിരലുകള്. കൂടാതെ ശ്രീമദ് ബാഹു ചതുഷ്ക സംഗത ഗദാ ശംഖാരി പങ്കേരുഹം. മാത്രമല്ല ആ കൈകളിൽ എന്തൊക്കെയാണ് അണിഞ്ഞിരിക്കുന്നത്? 4 തൃക്കൈകളിലായിട്ട് ഭഗവാൻ അണിഞ്ഞിരിക്കുന്നത് ഗദ, ശംഖ്, ചക്രം, താമരപ്പൂവ്, ഇവയെ കൊണ്ട് ശോഭിക്കുന്നതാണ് ഭഗവാന്റെ കൈകൾ. ബാഹു എന്ന് പറഞ്ഞാൽ കൈകള്. ചതുഷ്കം 4 കൈകളിലായിട്ട് സംഗതം ധരിച്ചിരിക്കുക, അണിഞ്ഞിരിക്കുന്നത്. ഗദ, ശംഖ്, അരി. അരി എന്ന് പറഞ്ഞാൽ ശത്രു എന്നാണ് അർത്ഥം. പക്ഷെ ഇവിടെ സുദർശന ചക്രം എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. ഗദ, ശംഖ്, ചക്രം, പങ്കേരുഹം. പങ്കം എന്ന് പറഞ്ഞാൽ ചെളി. ആ ചെളിയിൽ നിന്ന് ഉദ്ഭവിക്കുന്നത് താമരപ്പൂവ്. പങ്കേരുഹം. അപ്പോ ശ്രീമദ് ബാഹു ചതുഷ്ക സംഗത ഗദാശംഖാരി പങ്കേരുഹാം. തോൾവള, കൈവള, കങ്കണം മുതലായവ അണിഞ്ഞിരിക്കുന്ന, മഹത്തായ രത്നങ്ങൾ അണിഞ്ഞ മോതിരങ്ങൾ കൈവിരൽ അണിഞ്ഞിരിക്കുന്ന ഇത്രയും മനോഹരമായിട്ടുള്ള കൈകളില് ഗദ, ശംഖ്, ചക്രം, താമരപ്പൂവ് ഇവയൊക്കെയായിട്ട് ഭഗവാൻ അങ്ങനെ നിൽക്കുകയാണ്. കാഞ്ചിത് കാഞ്ചന കാഞ്ചി ലാഞ്ചിത ലസത് പീതാംബരാലംബിനി. പീതാംബരം, പീതം മഞ്ഞ നിറം, അമ്പരം വസ്ത്രം. മഞ്ഞപ്പട്ട്, മിന്നിത്തിളങ്ങുന്ന മഞ്ഞപ്പട്ട് ധരിച്ച് അതിനു മുകളിൽ സ്വർണ്ണ നിർമ്മിതമായിട്ടുള്ള പൊന്നരഞ്ഞാൺ ധരിച്ച്
കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിത ലസത് പീതാംബരാലംബിനിയും. മനോഹരമായിട്ടുള്ള ആ മഞ്ഞപ്പട്ടിന് മുകളിൽ പൊന്നരഞ്ഞാൺ കൊണ്ട് അലങ്കരിച്ച്. കാഞ്ചിത് എന്ന് പറയുമ്പോൾ വാക്കുകൾക്കതീതമായിട്ടുള്ള മഹിമയേറിയ എന്നാണ് കാഞ്ചിത്. കാഞ്ചനം സ്വർണം. അടുത്തതായിട്ട് കാഞ്ചിത് കാഞ്ചന കാഞ്ചിരാഞ്ചിത ലസത് പീതാംബരാലംബിനിയും ആലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവ ആർത്തിച്ഛിതം. ആർത്തി എന്ന് പറഞ്ഞാൽ ദുഃഖം. ആർത്തിച്ഛിതം എന്ന് പറഞ്ഞാൽ ദുഃഖത്തെ ഇല്ലാതെയാക്കുന്ന വിമല അംബുജം, നിർമ്മലമായ താമരപ്പൂ പോലെ ശോഭിക്കുന്ന ഭഗവാന്റെ പാദം. വിമല അംബുജ ദ്യുതി, ദ്യുതി പറഞ്ഞാൽ ശോഭിക്കുക. പദാം ഭഗവാന്റെ പാദം. മൂർത്തിം തവ ആർത്തിച്ഛിതം. ഭഗവാന്റെ ആ പാദത്തെ, ആ ഭഗവാന്റെ സ്വരൂപത്തെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു എന്നാണ് അദ്ദേഹം ഈ ശ്ലോകത്തിലൂടെ വിവരിക്കുന്നത്. കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിത ലസത് പീതാംബരാലംബിനീം ആലംബേ. അപ്പോ ആലംബിനീം പ്ലസ് ആലംബേ എന്നാണ്. അത് ചേർത്ത് വായിക്കുമ്പോൾ പീതാംബരാലംബിനീം ആലംബേ. അതല്ല, കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിത ലസത് പീതാംബരാലംബിനീം എന്ന് കഴിഞ്ഞിട്ട് ആലംബിനീം എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് നമുക്ക് ആലംബേ എന്ന് തുടങ്ങുന്നതിൽ തെറ്റില്ല. ഇനി അതെല്ലാം ചേർത്ത് വായിക്കുകയാണെങ്കിൽ പീതാംബര ആലംബിനീം ആലംബേ. അപ്പോഴാണ് മകാരം അവിടെ വരുന്നത്, അല്ലെങ്കിൽ അകാരമാണ് വരുന്നത്. പീതാംബര ആലംബിനീം പ്ലസ് ആലംബേ വിമലാംബുജ ദ്യുതിപദാം മൂർത്തിം തവ ആർത്തിച്ഛിതം. കേയൂരം, അങ്കദം, കങ്കണം തുടങ്ങിയ മഹത്തായ വളകളണിഞ്ഞ് വിലയേറിയ രത്നങ്ങൾ പതിച്ച മോതിരം ഇവയൊക്കെ അണിഞ്ഞിട്ടുള്ള ആ 4 തൃക്കൈകളില് ഗദ, ശംഖ, ചക്രം, താമരപ്പൂവ് ഇവയെ കൊണ്ട് ശോഭിക്കുന്നു. മനോഹരമായ മഞ്ഞപ്പട്ടുടയാടയ്ക്ക് മുകളിൽ ശോഭയേറിയ പൊന്നരഞ്ഞാൻ ധരിച്ച് നിർമ്മലമായ താമരപ്പൂ പോലെ ശോഭയേറിയ അങ്ങയുടെ തൃപ്പാദങ്ങളെ, എല്ലാവരുടെയും ദുഃഖത്തെ ഇല്ലാതെയാക്കുന്ന ആ ഭഗവത് സ്വരൂപത്തെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു എന്നാണ് രണ്ടാമത്തെ ശ്ലോകത്തിന്റെ വിവരണം. സൂര്യസ്പർദ്ധി കിരീടമൂർധ്വതിലക പ്രോദ്ഭാസി ഭാലാന്തരം കാരുണ്യാകുലനേത്രമാർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലകൗസ്തുഭം തുദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. കേയൂരാംഗദ കങ്കണോത്തമ മഹാരത്നാങ്കുലീയാങ്കിത ശ്രീമദ്ബാഹു ചതുഷ്ക സംഗത ഗദാ ശംഖാരി പങ്കേരുഹ കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിത ലസത് പീതാംബരാലംബിനീം ആലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ഛിതം. ശ്രീമന്നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ.